ഹായ് എവരിവൺ. നാണമുണ്ടോ അരുൺകുമാറെ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ അരുൺകുമാറെ? അരുൺകുമാറെ, നീയൊക്കെ മരിച്ചു പോകുമ്പോൾ ആരെങ്കിലും പറയണം അയാൾ ഒരു നല്ല മാധ്യമ പ്രവർത്തകനെന്ന്. നീയൊക്കെ മരിച്ചു പോയാൽ കേരളത്തിലുള്ള 90% ആൾക്കാർ ചിരിക്കും അരുൺകുമാറെ. പൊന്നുപ്രേക്ഷകരെ, അരുൺകുമാർ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കളിയാക്കിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹെൽമറ്റ് വെച്ചില്ല, അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അരുൺകുമാർ പറയുകയാണ്. ആദ്യം അരുൺകുമാർ പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ഒരു സംഘിച്ചക്കൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കുകയാണ്. എന്തൊക്കെ വൃത്തികേടാണ് ആ ചെക്കൻ പറയുന്നത്. ആ ചെക്കനുള്ള ചുട്ട മറുപടി ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇന്നലെ എൽ ഡി എഫിൽ മത്സരിച്ച് തോറ്റതിന് ശേഷം BJP റാലിയിൽ പങ്കെടുത്ത ഒരു യുവതിയുടെ കഥ. അതിനെ ന്യായീകരിച്ച് ആ യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം അരുൺകുമാർ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്കൂട്ടർ എടുത്ത് പുറത്തു പോയി എന്ന് തോന്നുന്നു. തിരിച്ചു വന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ആ പോയ വഴിക്കങ്ങ് പോവോ? എടാ അരുൺകുമാർ, നിന്റെ അപ്പന്റെ വീട് എന്തെങ്കിലും ഉണ്ടോ പോവാൻ വേണ്ടിയിട്ട്? അപ്പൻ തന്നെ വിളിക്കും. അവൻ ആരാണ് അരുൺകുമാർ? സത്യസന്ധമായി വാർത്ത കൊടുക്കുക അരുൺകുമാർ. അരുൺകുമാർ പറയുന്നൊരു രീതി നിങ്ങൾ കേട്ടോ. അതിനുശേഷം പറയുകയാണ് അരുൺകുമാർ ഇവനെതിരെ അതായത് എന്തുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ പാവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല എന്ന് അരുൺകുമാറിന് കാണുകയാണ്. അരുൺകുമാർ കേരള പോലീസിനോട് പറയുകയാണ്, അറസ്റ്റ് ചെയ്യൂ, ഹെൽമെറ്റ് വെച്ചിട്ടില്ലല്ലോ. നാണവും മാനവും ഇല്ലാത്ത അരുൺകുമാർ. സത്യസന്ധമായി വാർത്ത കൊടുക്കുക അരുൺകുമാർ. നീയൊക്കെ ചാമാനുള്ളതില്ല അരുൺകുമാറെ. നിന്റെയൊക്കെ ചാനലിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പീഡനവീരൻ എന്ന പച്ചക്കള്ള വാർത്ത നീ കൊടുത്തില്ല അരുൺകുമാറെ. ഒരു പെണ്ണിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റോ? LDF മത്സരിച്ച് തോറ്റതിന് ശേഷം BJP റാലിയിൽ പോയ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റോ? അത് പോയതിന്റെ കാരണം പറയുകയാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിൽ ഞാൻ പോയി പങ്കെടുത്തു. ഒരു 5 മിനിറ്റ് നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഈ ന്യൂസ് ഇങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ഫുള്ള് പങ്കെടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് BJP രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന് എല്ലാരും പറയുന്നു. പക്ഷെ ഒരിക്കലും ഇല്ല, ഞാൻ BJP എനിക്ക് പറയാനുള്ളത് CPM-കാരോടാണ്. ഇങ്ങനെയുള്ള ആ തെണ്ടികൾക്ക് എന്തിന് നിങ്ങൾ സീറ്റ് കൊടുക്കുന്നത്? നിങ്ങൾ ഒന്നാമത് പിണറായിയുടെ ഭരണം കാരണം, രണ്ടാമത് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്കാണ് സീറ്റ് കൊടുത്തത്. ജന്മത്ത് ജയിക്കോ. ഈ പെണ്ണിന് 10 വോട്ട് എന്തോ കിട്ടിയെന്നാണ് തോന്നുന്നത്. ആരെങ്കിലും വോട്ടിടോ? ചോറ് കഴിക്കുന്ന ബുദ്ധിയുള്ള ആരെങ്കിലും വോട്ടിടോ? ബുദ്ധിയില്ലാത്തൊരു 5% ആൾക്കാരുണ്ട്. CPM പിണറായി വിജയൻ എന്ത് ചെയ്താലും നല്ലതെന്ന് പറയുന്നത് അവറ്റകളല്ലാതെ ഇത്തിരി ബോധമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വോട്ടിടോ? അപ്പോൾ നമുക്ക് സംഘിച്ചക്കനുള്ള മറുപടി കൊടുക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. സംഘിച്ചക്കൻ പറയുന്നത് വളരെ വളരെ വൃത്തികെട്ട രീതിയിലാണ് സംഘിച്ചക്കൻ പറയുന്നത്. അതിന് മർമ്മമായിട്ടുള്ള മറുപടിയാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം നിരന്തരം സുരേഷ് ഗോപിക്കെതിരെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരുടെയൊക്കെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. എന്തായാലും ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ ലോകത്തുള്ള മലയാളികളോടാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇപ്പോൾ 1 വർഷമായി രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും ജയിച്ചിട്ട് ഒരു MPയുടെ MLAയുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറി ചെല്ലാൻ നേരത്ത് ഭയമില്ലാതെ ചെല്ലാൻ പറ്റുന്ന ആരുടെ ഓഫീസിലേക്കാണ്? സുരേഷ് ഗോപിയുടെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? എടാ വൃത്തികെട്ടവനെ, ഒരു കാര്യം പറയാണ്. വൃത്തികെട്ടവനെ, നിനക്കെതിരെ ഒരു പെണ്ണ് കള്ള പരാതി കൊടുക്കുന്നു, നീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മക്കും തള്ളക്കും അപ്പനൊക്കെ എനിക്ക് വിളിക്കണമെന്ന്. പക്ഷെ ഞാൻ വിളിക്കുന്നില്ല, അവരൊന്നും ചെയ്യാത്തത് കൊണ്ട്. അതായത് ഇവനോട് ഞാൻ പറയുകയാണ്, ഇവനെതിരെ ഒരു കള്ള പെൺകുട്ടി പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസിൽ നിന്റെ ഫേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് എന്താവിടാ? നിനക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുന്നത് നീ കണ്ടോടാ ചേറ്റെ? ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. പോട്ടെ, കുറെ ആൾക്കാർ സുരേഷ് ഗോപിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടി വീട് കയറി വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മകൾക്ക്, അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, സഹോദരിക്ക് നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട്ടെ MLAയുടെ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞുവിടെ? ഒറ്റയ്ക്കെന്താ പോവാത്തത്? നിന്റെ അമ്മയും പെങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തോടാ? ഇവന്റെ അമ്മയും പെങ്ങളെ ഞാൻ വിളിക്കുന്നില്ല ഇരുന്നത്. പക്ഷെ ഇവന്റെ വർത്താനൊക്കെ വിളിക്കേണ്ടി വരുന്നതാണ്. നീ കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്റെ ആരെങ്കിലും പീഡിപ്പിക്കുന്നത്? നിന്റെ കണ്ണോടെ നീ കണ്ടോടാ? നിനക്കെതിരെ നാളെ ഒരു പെണ്ണ് കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിനക്കറിയാൻ പറ്റും ഇതിന്റെ സങ്കടം. നീ കണ്ട കാര്യം പറയണം. ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം. ഒരാവശ്യത്തിന് ഒരു നിവേദനം നൽകാൻ നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കുമോ? ഇത് കുറച്ച് ആളുകൾക്ക് മുമ്പ് സുരേഷ് ഗോപിയെ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സുരേഷ് ഗോപി സത്യസന്ധനായ കള്ളനാണ് എന്നാണ്. അവൻ സത്യസന്ധനായ കള്ളനല്ല, ഭൂലോക തോൽവിയാണ്. അവൻ എങ്ങനെ വിജയിച്ചതെന്ന് നിനക്കറിയോ? തൃശ്ശൂർ പൂരം കലക്കിയിട്ടല്ലടാ അവൻ വിജയിച്ചത്. അവൻ മറ്റേ ആംബുലൻസിൽ വന്നത് ഞാൻ വന്നില്ല, CBI അന്വേഷിക്കട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ലടാ. നീ കണ്ടില്ല? എന്റെ കണ്ണ് പൊട്ടിനോ? അതായത് ഞാൻ വന്നില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് പൂരം കലക്കിയത് അവൻ ജയിച്ചത്.
ഒന്നും കൂടി അവൻ നിൽക്കട്ടെ ഇലക്ഷനിൽ, അപ്പൊ അവനെ കാണിച്ചു കൊടുക്കും ജനങ്ങൾ. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. പറഞ്ഞത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? തലയെ മുണ്ടിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. ഇന്നലെ ഉച്ചവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA പാലക്കാട്ട് പലയിടത്തും കണ്ടവരുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് പാലക്കാട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാർക്ക് പോലും അറിയില്ല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും എന്താ മോളൂസെ ജാടയാണോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യമേ ഓർക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. അതുപോലെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളാണ് മീഡിയ റിപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ പരമച്ചറ്റെ, മീഡിയാസ് റേറ്റിങ്ങിന് വേണ്ടി നിന്നെപ്പോലുള്ള വൃത്തികെട്ട ഇവന്റെ വീഡിയോ ഞാൻ നോക്കി. ഇവൻ ഇടുന്ന വീഡിയോ ആരും നോക്കുന്നില്ല, 3-4 വ്യൂസാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ നോക്കുന്നുണ്ട്. ഒരു 10,000 വ്യൂസ്, 12,000 വ്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവൻ വിമർശിക്കുകയാണ്. വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പരമച്ചറ്റെ, നിന്നോട് പറയുകയാണ് പെൺമോനെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിമതി ചെയ്തു എന്ന് നീ കള്ളം പറഞ്ഞോ പ്രശ്നമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് നീ കള്ളം പറയണ്ട. നിന്നെ ഞാൻ കർണത്തേക്ക് ഒന്ന് കൊടുക്കാനാണ്. അതായത് അവരുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. നീ റിച്ചിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അടിവിയും. ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം. ഇതൊന്നും അല്ല കോമഡി. കുറച്ച് നാളുകൾക്ക് മുമ്പ് സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയോട് സംസാരിക്കുമ്പോൾ അവരുടെ തോളത്ത് കൈവച്ചിട്ടുണ്ടായിരുന്നു. ആ കൈവച്ചതിനെ ഞാൻ എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം അനുവാദമില്ലാതെ ആരുടെയും ശരീരത്തെ ആരും തൊടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് മനസ്സിലാക്കിയ സുരേഷ് ഗോപി അന്നൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ചില ആൾക്കാർ, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഇപ്പം വെളുപ്പിക്കുന്ന ആൾക്കാർ, അന്ന് പറഞ്ഞത് സുരേഷ് ഗോപി വേറെ ചില ഉദ്ദേശത്തോടെയാണ് തോളത്ത് കൈവച്ചതെന്ന്. അന്ന് ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ലൈവ് കണ്ടെയാണ് സുരേഷ് ഗോപി ആ പെൺകുട്ടിയുടെ തോളത്ത് കൈവച്ച് സംസാരിച്ചത്. സുരേഷ് ഗോപി പുണ്യാളൻ. ആരാണടാ ഗോപി തൃശ്ശൂർക്കാരെ പറഞ്ഞ് പറ്റിച്ചല്ലടാ വിജയിച്ചത്. എന്തെങ്കിലും ഒരു വികസനം ഗോപി ചെയ്ത എന്തെങ്കിലും ഒരു വികസനം നീ പറയും. തൃശ്ശൂർ പൂരം കലക്കിയതല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നല്ല രീതിക്ക് നടക്കുന്ന തൃശ്ശൂർ പൂരം ഈ ഗോപി കലക്കില്ലടാ. അതൊക്കെ നിന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? റിച്ചിന് വേണ്ടി എന്തും വിളിച്ച് പറയാമെന്നാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തത് നീ കണ്ടിനോടാ? അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വലിയൊരു ന്യൂസിന്റെ ഇടയിലാണ് സുരേഷ് ഗോപി ഒരു പെണ്ണിന്റെ തോളത്തേക്ക് വെറുതെ ടച്ച് ചെയ്തത്, സുഖത്തിന് വേണ്ടി ടച്ച് ചെയ്തത് ഞാൻ കണ്ടതാണ്. ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? കള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. നീ കണ്ടിനോ? നിന്റെ കണ്ടിനോടാ? ഓക്കെ ബാക്കി കൂടി കിടന്നത്. അത് മറ്റേ ഉദ്ദേശത്തോടെ അല്ല എന്ന് മനസ്സിലാക്കാൻ ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന സയന്റിസ്റ്റ് ആവേണ്ട കാര്യമൊന്നും ഇല്ല. കോമൺ സെൻസ് മതി. ഇനി വേറെ അത് ചാണകത്തിന്റെ ആയിരിക്കും. നീയൊക്കെ 3 സമയം തിന്നുന്നത് ചാണകമല്ലേ? ചാണകം പശുവിന്റെ മാത്രം മൂത്രമല്ലോ ഒക്കെ കുടിക്കുന്നത്. അതുകൊണ്ട് നിനക്കൊക്കെ നിന്റെ വായിന്നൊക്കെ ഇത് മാത്രം പെയ്യും. ഓക്കെ ബാക്കി കൂടി കിടന്നു നോക്കാം. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലുള്ള ലൂർദ് മാതാ പള്ളിയിൽ സുരേഷ് ഗോപിയും കുടുംബവും പോയിട്ട് ഒരു സ്വർണ്ണ കിരീടം മാതാവിന് കൊടുത്തു. ഈ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട് പള്ളിക്കില്ലാത്ത സംശയം, ആശങ്കയായിരുന്നു നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക്. എടാ കള്ളച്ചെമ്പലടാ കൊടുത്തത്. അങ്ങനെ പറയുന്നേ, കള്ളച്ചെമ്പ് ഗോപി ജയിക്കാൻ വേണ്ടി കള്ളച്ചെമ്പ് കൊടുത്തു എന്ന് പറയടാ. ചെമ്പ് ഗോപി ഈ മോനൊരു വന്നിരിക്കണം. ആരാണ് നീ? കോമഡിയാണ്. കുറെ പേര് എനിക്ക് അയച്ചത് കൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഇവൻ ഇടുന്ന വീഡിയോ നല്ല റിച്ച് ഉണ്ട് ഇതിന് മാത്രം, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഇനി മേലിൽ അവന് ഇടാൻ പാടില്ല, അതുകൊണ്ടാണ്. ബാക്കിയും കൂടി കിടന്നത്. ഇത് പിച്ചളയാണ്, ചെമ്പാണ്, ചെമ്പ് പോവി, വിച്ചള പോവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ ബഹളം വെക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചെമ്പ് ഗോപി, പിച്ചള ഗോപി എന്നൊക്കെ സുരേഷ് ഗോപിയെ വിളിച്ചവരുടെ അവസ്ഥ. ഇവരെ ഇപ്പൊ നാട്ടുകാരെ വിളിക്കുന്നത് അമ്പലക്കള്ളന്മാരെന്നാണ്. ഇവരെ ഇപ്പൊ നാട്ടുകാരെ വിളിക്കുന്നത് അമ്പലം വിഴുങ്ങികളെന്നാണ്. കേരളത്തില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറസ്റ്റിലാവും. ചെറിയ പുള്ളിയൊന്നുമല്ല, മുൻ MLA ആണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുൻ MLA. എടാ പരമച്ചറ്റെ, നിന്റെ വായിൽ നിന്ന് ഇതേ വീയും. കാരണം മനുഷ്യന്മാരായാലും 3 സമയം ഭക്ഷണം കഴിക്കണം. നീയൊക്കെ പശുവിന്റെ മൂത്രം, പശുവിന്റെ തീട്ടൊക്കെ കഴിക്കുന്നത് കൊണ്ട് നിനക്കൊക്കെ ഇങ്ങനത്തെ വർത്താനേ നിന്റെ വായിൽ നിന്ന് വീയോ? നീ കണ്ട മാതിരി കണ്ടിനോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്ത് നീ കണ്ടിനോ? എന്തൊന്നാടേ റിച്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഇവൻ എത്ര പേര് തെറി വിളിക്കുന്ന കമന്റ് ബോക്സ് ചിലത് ഓഫ് ചെയ്തിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പയ്യന്മാർ ഇവനെതിരെ തെറി മാത്രമാണ് ഇവനെ വിളിക്കുന്നത്. ഞാനാണ് കുറച്ചെങ്കിലും റെസ്പെക്ട് വരുത്തി സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരും തെമ്മാടിനെ വിളിക്കുന്നതാണ്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇവൻ, അതായത് 100-ൽ 3 പോസിറ്റീവ് കമന്റും ബാക്കി 90 ഇവന്റെ തന്തക്കും തള്ളക്കും പെങ്ങന്മാർക്കടക്കം വിളിക്കുകയാണ്. വേണോ? അതിന്റെ തള്ളയോടാണ് എനിക്ക് പറയാനുള്ളത്. പറയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറയും. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ പാർട്ടിയുടെ ജില്ലാതല നേതാവായിരുന്നു. അന്വേഷണം മേൽത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് വിളിച്ചവരെ ഇന്ന് നാട്ടുകാരെ വിളിക്കുന്നത് അമ്പലം വിഴുങ്ങികളെന്നാണ്. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. സുരേഷ് ഗോപിയെ കള്ളെന്ന് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പൊ തലയെ മുണ്ടിട്ട് എവിടെ ഇരിക്കുവാണെന്ന് ആർക്കും അറിയാം. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ 1% ശരിയാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രാഹുൽ മാങ്കൂട്ടം പേജ് ഫോളോവും ചെയ്യാം, ഞങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കാവോ? ഇവന്റെ ഒരു ചാണകസംഖ്യ ഇല്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്.
ഈ ചാണകസംഖി ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായി. ഞാൻ ആക്കുന്നതല്ല, ഞാൻ ഉള്ളത് പറയുന്നതാണ്. 4 വർഷമായി ചാണകസംഖ്യക്ക്. ഉള്ളത് ആകെ 18K ഫോളോവേഴ്സാണ്. 4 വർഷം. ഞാൻ എന്നെ പൊക്കുന്നതല്ല, ഞാൻ ഈ പരിപാടിക്ക് വന്നിട്ട് 7-8 മാസമായി. എൻ്റെ ഫോളോവേഴ്സ് നിങ്ങൾ നോക്കൂ. അതായത് സത്യസന്ധമായി നമ്മൾ മുന്നേറുകയാണെങ്കിൽ ജനങ്ങൾ നമ്മളെ ഫോളോ ചെയ്യും. ഇവൻ വിളിച്ചു പറയുന്നത് വെറും തെമ്മാടിത്തരമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്മാർ ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി കൂടി കിടന്നു നോക്കാം. ഇടയ്ക്ക് ഞാനൊരു ചരിത്രം ഓർപ്പിക്കാം. പാലക്കാട്ടിലെ ജനങ്ങൾ മതേതരത്വത്തിന്റെ പേരിൽ ജയിപ്പിച്ച വ്യക്തിയുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ അതേ പാലക്കാട്ടിലെ മനുഷ്യന്മാർക്ക് തലയെ മുണ്ടിട്ട് അല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് MLA പേരിൽ. അതായത് ഇത് ഷർട്ട് ചേഞ്ച് ആയി. നിങ്ങൾ കണ്ടല്ലോ, എല്ലാ ദിവസവും 4 തവണ വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ചെക്കനെ തെറി വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊടുത്തത്. കുറേ പേര് അയച്ചത്, ഒന്ന് കൊടുക്ക് ബ്രോ എന്ന് പറഞ്ഞിട്ട്. നാണവും മാനവും ഉണ്ടോ ഇവനൊക്കെ? എന്താണല്ലേ? അതായത് കുറേ പേര് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്ന രീതിയിൽ, ഈ ചെറ്റ വിമർശിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി കൂടി ഇന്ന് ഇവനെ കൊടുത്തിട്ടേ കാര്യം. ഓക്കെ, ബാക്കി കൂടി കിടന്നത്. നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്ക് പോലും MLA ഓഫീസിൽ ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തേ കാരണം? നിന്റെ വീട്ടുകാരല്ലാതെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്റെ വീട്ടിൽ കയറിയിട്ട് നിന്റെ പെങ്ങളെയോ നിന്റെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോടാ? ഇങ്ങനെ തന്നെ ചോദിക്കും. നീ പറ്റുന്നത് ചെയ്യും. നീ വിളിച്ച സ്ഥലത്തേക്ക് ഞാൻ വരാം. ഓക്കെ, സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ നിന്റെ സുരേഷ് ഗോപിയും സംഘവും എൻ്റെ ചാനൽ ഇല്ലാതാക്കുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. യൂട്യൂബ് പറഞ്ഞിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അന്തസ്സായി മുംബൈയിൽ 4-5 ഷോപ്പുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നിന്നോട് പറയുകയാണ്, വിഷം കാറുന്ന ചെറ്റെ, നിനക്ക് ഇതിനല്ലാതെ ഞാനാണ് ഇത്തിരിയെങ്കിലും മയത്തിൽ നിനക്ക് മറുപടി തരുന്നത്. വേറെല്ലാവരും തന്തക്കും തള്ളക്കും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. ഇവരെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ പാലക്കാട്ടെ മനുഷ്യർ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ തോൽപ്പിച്ച മനുഷ്യന്റെ പേര് ഇന്ത്യ അറിയപ്പെടുന്ന മെട്രോമാൻ എന്നാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളിലേക്കും ഒരു അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ലാതെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പ്രായവും മനുഷ്യനെ എന്തായാലും 101% ഉറപ്പ് പറയാം. ആ മനുഷ്യനൊന്നും നാട്ടിലെ സ്ത്രീകൾക്ക് വേറെ രീതിയിൽ മെസ്സേജ് അയക്കാനോ സ്ത്രീകൾക്ക് മറ്റൊരവസ്ഥ, ആ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ അവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യില്ലായിരുന്നു. 101% ഉറപ്പെനിക്കുണ്ട്. ആനോ, അതായത് മെട്രോമാൻ എന്ന് പറയുന്ന ആ ചങ്ങായിനെ പാലക്കാടിൽ വിജയിപ്പിക്കാത്തതിന്റെ സങ്കടമാണ് ഈ പരമച്ചറ്റ പറയുന്നത്. എടാ പരമച്ചറ്റ, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? ജസ്റ്റ് ഒന്ന് പാലക്കാടിൽ പോയി സാധാരണക്കാരോട് ചോദിക്ക്, എങ്ങനെയുണ്ട് MLA? അവർ പറയുകയാണ്, 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് തന്ന, അതായത് 1 വർഷം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വികസനം അവർ പറയുകയാണ്. ഈ ചെറ്റ ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടായിരിക്കില്ല, റിച്ചിന് വേണ്ടി വെറുതെ ഒരു ദിവസത്തിൽ 4 തവണ രാഹുൽ മാങ്കൂട്ടത്തിനെ തെറി വിളിക്കുകയാണ്. സഹിക്കാൻ പറ്റാതെ കുറേ ആൾക്കാരെ ഇണക്കയച്ച്. ഞാൻ ഇങ്ങനത്തെ പരിപാടി ഒന്നും പേടിക്കലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവനെതിരെ 2 കൊടുക്ക് ബ്രോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവനെതിരെ ഇന്ന് രംഗത്ത് വന്നത്. ഓക്കെ, എന്തായാലും സംഖ്യക്കുള്ള മറ്റു എല്ലാത്തിലുള്ള മറുപടി കൊടുത്തേക്കാം. എന്തായാലും തുടങ്ങി വെച്ചത് കൊണ്ട് പകുതിയിൽ നിർത്തുന്നില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ശ്രീ തന്നെ പാലക്കാട്ടില് വ്യക്തമായ രീതിയിലൊരു വികസന പ്ലാൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ തോൽപ്പിച്ചിട്ട് മതേതരത്വത്തിന്റെ പേര് ജയിപ്പിച്ച വിട്ട വ്യക്തിയുടെ കഥകൾ മീഡിയയിൽ വരുന്നുണ്ട്. നമ്മുടെ തിയേറ്ററിൽ പോയിട്ട് ചില സർട്ടിഫിക്കറ്റുള്ള സിനിമ 16ഉം 18ഉം വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ കാണരുതെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പം അതേ കുട്ടികൾക്ക് വീട്ടിലെ TV ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം നമ്മുടെ MLA സ്വഭാവ ഗുണം കൊണ്ടാണ്. എടാ നായെ, റിച്ചിന് വേണ്ടി എന്തും വിളിച്ചു പറയാം. നിനക്കറിയില്ലടാ പരമച്ചറ്റെ, നിനക്കറിയില്ലേ? അങ്ങനെ തന്നെ വിളിക്കും, നിനക്കറിയില്ലേ? അതായത് റിപ്പോർട്ടർ അടങ്ങുന്ന മൊട്ടയുടെ ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി ഇല്ലാ കഥകൾ വിളിച്ച് പറയും. അതിന് ഇവൻ ആക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇവനെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ്, ഇപ്പം ഞാൻ തന്നെ എന്നെ ഈ ചങ്ങായി പീഡിപ്പിച്ചു, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ കേസ് കൊടുത്താൽ നീ തിന്നേണ്ടി വരും, നിന്റെ ചാനൽ തന്നെ വരും. ഓർത്ത് വെച്ചോ മോനെ, മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പെണ്ണ് നിനക്കെതിരെ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു പരാതി കൊടുക്കും. അതായത് വെറുതെ ഇങ്ങനെ വിഷം കാറുമ്പോൾ നിന്റെ സംഖ്യ, അതായത് നീ 3 തവണ ചാണകം കഴിക്കുന്നത് കൊണ്ട് നിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ വർത്താനം തന്നെ വീയും. പക്ഷേ അത് പെണ്ണ് കേസിൽ പറയണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതിനിടയിൽ വേറൊരാൾ രാഹുൽ ഈശ്വരി, ഞാൻ നോക്കാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ഒരു ലാപ്ടോപ്പൊക്കെ പൊക്കി പിടിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് വേറൊരു യൂണിവേഴ്സ്. ഏത് യൂണിവേഴ്സ്? ചാണക യൂണിവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. നിന്നെപ്പോലെയുള്ള 3 സമയം ചാണകം മാത്രം തിന്നുന്ന. ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, BJPക്കാർ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഈ വീഡിയോയും കാണുന്നുണ്ട്, എൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. അവർ ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ്. എന്നോട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ വില കളയുന്നതാണ് ബ്രോ, അതിനൊന്നും ഇതാക്കണ്ട. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചങ്ങായി പറയുന്നത്? MLA ഓഫീസിലേക്ക് നമ്മുടെ പെങ്ങന്മാരെ എങ്ങനെ അയക്കുമെന്നാണ് ഈ പരമച്ചറ്റ പറയുന്നത്.
എന്തിവൻ കണ്ട എന്നോട്, അതായത് BJP എൻ്റെ രവി എന്ന് പറയുന്ന ഒരു ചങ്ങായിണ്ട്, അവൻ ഇതിനെ കണ്ട് ചിരിക്കുകയാണ്, ഇത് ഭ്രാന്തിട, നീ കൊടുക്കുക, അവൻ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുണ്ട്. എന്താ അല്ലേ, എന്ത് സത്യം പറഞ്ഞാൽ ഷോക്കാണ്. ഇങ്ങനെയുള്ള മണ്ടന്മാർ, ചാണകം മാത്രം തിന്നുന്ന മണ്ടന്മാർക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്? ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. ഇതുപോലുള്ള കുറേ ആൾക്കാരെ തലേ വെച്ചുകൊണ്ട് നടക്കുന്നവരുടെ പേരാണ് പ്രബുദ്ധർ, മലയാളിയായിട്ടുള്ള പ്രബുദ്ധർ. ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്യും എന്നൊക്കെ പറയും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ഞാൻ കണ്ടെയാണ് ചില തീവ്ര സംഘടനകൾ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. തീവ്ര സംഘടനയുടെ ബാക്കി ഞാൻ പറഞ്ഞു നിർദ്ദേശിച്ചു. ഓക്കെ, അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെങ്ങായി എനക്കൊരു ഭീഷണി തരാനുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക്, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നില്ല, കാരണം കുറേ കോൾ വരുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഉണ്ട്, ചെങ്ങായിക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. നിനക്ക് എന്നെ ഈ വീഡിയോസിനുള്ള മറുപടി എന്നെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരും. ഓക്കെ, എനിക്ക് ഒരിത്തിരി പേടിയുമില്ല. അല്ലാതെ ഇതിനുള്ള റീപ്ലൈ ആയി നീ യൂട്യൂബിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മൾ യൂട്യൂബിൽ മാനേജ് ചെയ്യാം. അല്ലെ നേരിട്ടാണെങ്കിൽ നേരിട്ട്, രണ്ടും കൽപ്പിച്ച് ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മേലിൽ നീ ഇങ്ങനെ വിഷം കാറരുത്. ഓക്കെ, ഇത് നിനക്കുള്ള ഒരു അനിയൻ എന്ന നിലയിൽ, ഈ ചങ്ങായി കുറേ ഏജ് ആണ്, 22 വയസ്സായ ഒരു അനിയൻ തരുന്ന ഒരു മറുപടി, വിഷം കാറിക്കോ, കാറുന്ന രീതിയിൽ കാറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.